PM ശ്രീയിൽ സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണുമെന്ന MA ബേബിയുടെ പ്രതികരണത്തിൽ CPI കടുത്ത അതൃപ്തിയിൽ. ബേബി പ്രകടിപ്പിച്ചത് കഴിവില്ലായ്മയും നിസ്സഹായ അവസ്ഥയുമാണെന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു പറഞ്ഞു. CPM ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. CPIയുടെ വാ മൂടിക്കെട്ടാൻ ആർക്കും പറ്റില്ലെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല ഡി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പ്രകടിപ്പിക്കേണ്ടുന്നത്. ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം. കാരണം CPIMൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു ഒരു ഇടപെടൽ വേണ്ടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല. എന്തായാലും ഒരു സംസ്ഥാനത്തെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നീങ്ങിയപ്പോൾ അതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിവരങ്ങൾ. ഇനി PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരവെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് CPI ജനറൽ സെക്രട്ടറി D രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒരു പ്രശ്നപരിഹാരത്തിനായിരുന്നു MA ബേബി D രാജയെ AKG ഭവനിലേക്ക് വിളിക്കുകയും ഏകദേശം അരമണിക്കൂറോളം ഈ ചർച്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതാണ്. എന്തായാലും ഈ നിലപാടിൽ കടുത്ത അതിർത്തിയിലാണ് CPI ഇപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബുവിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. MA ബേബിയുടെ നിസ്സഹായതയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹം പ്രകടിപ്പിച്ചത് കഴിവില്ലായ്മയും അതുപോലെ തന്നെ നിസ്സഹായതയും എന്ന് ഇപ്പോൾ പ്രകാശ് ബാബു ആഞ്ഞടിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് CPM ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കേരളത്തിലെ CPI നേതാക്കൾ അടക്കം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും CPIയെ കൈയൊഴിയുന്ന നിലപാടാണ് CPM ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംസ്ഥാനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ MA ബേബിക്ക് വേണ്ടത്ര ശക്തിയില്ലാത്ത ഒരു പ്രതീതിയാണ് തങ്ങൾക്ക് തോന്നിയെന്നാണ് പ്രകാശ് ബാബു ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ പ്രതീക്ഷയും ഇപ്പോൾ CPI വയ്ക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കും. എന്തായാലും CPI വലിയ അതിർത്തിയിൽ തന്നെയാണ്. കാരണം ദേശീയ നേതൃത്വത്തിന് ഒരു ഇടപെടൽ CPI വിഷയത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും CPIയെ കൈവിടുന്ന ഒരു നിലപാട് തന്നെയാണ് MA ബേബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ വിഷയം കാരണം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ CPI അടക്കമുള്ള പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് MA ബേബി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ വാക്ക് പാഴായി പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒപ്പിട്ടതിന് ശേഷം MA ബേബിയെ സമീപിച്ചപ്പോഴും പൂർണ്ണമായും കൈയൊഴിയുന്ന നിലപാട് സ്വീകരിച്ചു എന്നതിൽ കടുത്ത അതിർത്തിയിൽ തന്നെയാണ് CPI ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് പ്രകാശ് ബാബുവിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ വഴിവെക്കുന്ന കാര്യത്തിലും സംശയമില്ല. ധന്യവാദം.